ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാക്കുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 23 തൊട്ട് 26 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് ഈ വീഡിയോ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയൂ. സോ എല്ലാവരും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോയ്ക്ക് ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്കണേ. വീഡിയോ റീച്ച് ആവാൻ അത് നല്ലപോലെ സഹായിക്കും. അതേപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ ഇനി അധിക സമയം കളയാതെ നേരെ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുവാണ്. ഇപ്പോ ക്യോരയുടെ ഫേസിൽ ആ ലെയർ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് പുള്ളിക്കാരെ ഫൈറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് ചിഹിരോയി ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ ക്യോര പറയുന്നുണ്ട്, ധൃതിയൊന്നും കാണിക്കണ്ട, ഞാനിപ്പോ ഒരു ഫൈറ്റിനുള്ള മൂഡിലല്ലെന്ന്. പുള്ളിക്കാരൻ പിന്നെയും ചിഹിരോയുടെ കയ്യിലിരിക്കുന്ന വാളിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതെന്തായാലും ഉറപ്പായിട്ട് റോക്കുഹിരയുടെ വർക്ക് തന്നെയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ ബോധ്യമായി. നീ അപ്പൊ ശരിക്കും അയാളുടെ മകനായിട്ടുള്ള ചിഹിരോ റോക്കുഹിര തന്നെയാണ് എന്നൊക്കെ ഇയാൾ പറയുന്നു. ഷിബയാണെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഇയാൾക്ക് ചിഹിരോയുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അറിയാം. ഇനി കമുനാവ്യൂ വല്ലതും ലീക്ക് ചെയ്തതാണോ? ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റോർ ഹൗസിന്റെ ലൊക്കേഷൻ ഇയാൾക്ക് മാത്രമേ അറിയാവുന്നുള്ളത് കൊണ്ട് ഈ സസനാമി എസ്റ്റേറ്റിലേക്ക് നുഴഞ്ഞു കയറി ഇയാളോട് അത് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ഇട്ട സമയത്ത് ഹാക്കുരു ഇവരോട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സസനാമി ക്ലാനിന്റെ സ്പെഷ്യൽ ഡിഫൻസ് ഫോഴ്സ് ആയിട്ടുള്ള ടൗ, സസനാമി ക്ലാനിലുള്ള 50 മന്ത്രവാദികളിൽ ടോപ്പ് പൊസിഷനിലുള്ള 4 ഫൈറ്റേഴ്സ് ആണ് ഈ ഗ്രൂപ്പിലുള്ളത്. ക്യോരയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോലി. സസനാമി ക്ലാനിലുള്ളവരൊക്കെ ബഹുമാനിക്കുന്ന സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളവരാണ് ഈ 4 പേര്. മാത്രമല്ല ഇവർ 4 പേരും നമ്മുടെ ഹാക്കുരിയുടെ മൂത്ത ചേട്ടന്മാരുമാണ്. ഇത് കേട്ടപ്പോൾ ഷിബ ചോദിച്ചിരുന്നു, അപ്പൊ അവര് നമ്മളുടെ മുന്നിൽ വന്നാലും അവർ നിന്നെ ഒന്നും ചെയ്യില്ലല്ലോ, കാര്യം നിങ്ങൾ ഫാമിലി അല്ലേ? പക്ഷെ ഹാക്കുരി പറയുന്നുണ്ട്, അല്ല, അവർക്ക് എന്നെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അവരെന്നെ കൊന്നു കളയുമെന്ന്. സോ അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ എസ്റ്റേറ്റിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഹാക്കുരിയെ കൂടെ കൂട്ടാഞ്ഞത്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലും ഇയാൾ ടോവിനെ സമ്മൺ ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടിട്ട് ഷിബയ്ക്ക് അത്ഭുതം വരികയാണ്. അതായത് എൻചാന്റഡ് ബ്ലേഡുമായിട്ടാണ് ഒരാൾ മുന്നിൽ നിൽക്കുന്നത്, എന്നിട്ടും ഇയാൾ കാമായിട്ട് നിൽക്കുന്നു. ഷിനുച്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ലേലത്തിൽ പങ്കെടുത്ത് അത് സ്വന്തമാക്കണമെന്ന് ക്യോര ഇവരോട് ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പോ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, അതെന്റെ അച്ഛന്റെ വാളാണെന്ന് ഇങ്ങനെ ചിഹിരോ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ തന്നെ ഷിനുച്ചി ഇരിക്കുന്ന ആ ബോക്സ് ചിഹിരോയുടെ ബാക്കിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് അത്ഭുതത്തോടെ അത് ടച്ച് ചെയ്യാൻ നോക്കുമ്പോൾ ചിഹിരോയ്ക്ക് അത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു പ്രിവ്യൂ മാത്രമാണ്. ഈ ക്യോരയുടെ മാജിക്ക് വെച്ചിട്ടാണ് അയാൾ ഇത് ചെയ്യുന്നത്. സ്റ്റോർ ഹൗസിലുള്ള ഐറ്റംസ് അയാൾക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ക്യോര പറയുന്നുണ്ട്, ഇപ്പൊ സ്റ്റോർ ഹൗസിലുള്ളതിൽ മാസ്റ്റർ പീസ് സാധനമാണ് ഈ ഷിനുച്ചി. കാര്യം എല്ലാ മനുഷ്യർക്കും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? സ്വന്തം ജീവൻ. അങ്ങനെയുള്ള എത്ര ജീവനുകൾ എടുത്ത ബ്ലേഡാണിത്. സോ ഇതിന് നല്ല വാല്യൂ ഉണ്ട്. അത് മാത്രമല്ല കുനിഷിക റോക്കുഹിര മരിച്ചത് കാരണം ഇനി ഇതുപോലൊന്ന് ആരും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഷിനുച്ചിയുടെ വാല്യൂ ഇരട്ടിയാണ്. ഇപ്പോ നിന്ന് കഥാപ്രസംഗം നടത്താതെ ഷിനുച്ചി തിരിച്ചു താടാന്ന് പറഞ്ഞിട്ട് ചിഹിരോ വാള് കൊണ്ടുവന്ന് ക്യോരയുടെ കഴുത്തിന് നേരെ വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ എന്നെ കൊന്നു കളയോ എന്ന് ക്യോര ചോദിക്കുന്നു. സ്റ്റോർ ഹൗസിന്റെ ശരിക്കുള്ള ലൊക്കേഷൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് ചിഹിരോയും പറയുന്നു. ഇപ്പോഴാണ് ക്യോര ആ ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നത്. അതായത് ഈ സ്റ്റോർ ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് ഈ ക്യോരയുടെ ഉള്ളിൽ തന്നെയാണ്. അതായത് അയാളുടെ മന്ത്രവാദം കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു സബ് സ്പേസ്. അയാൾക്കത് ഇഷ്ടമുള്ളിടത്ത് സൃഷ്ടിക്കാം, അതിനൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഇല്ല. ഇപ്പൊ ആ സ്റ്റോർ ഹൗസ് ഇവരുടെ ചുറ്റും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ കൂടിനുള്ളിൽ ജീവനുള്ള മനുഷ്യര്, അസ്ഥികൂടങ്ങള്, മൃഗങ്ങള്, ഇതെല്ലാം ഇരിക്കുന്നു. ഈ സ്റ്റോർ ഹൗസിന്റെ അതോറിറ്റി സസനാമി ക്ലാനിന്റെ ഹെഡിന് ഇങ്ങനെ കൈമാറി വരുമെന്ന് ക്യോര പറയുന്നു. ഇപ്പോഴത്തെ ഹെഡ് അയാളാണല്ലോ. സസനാമി ക്ലാനിലുള്ള ആർക്കും ഇതിന്റെ ലൊക്കേഷൻ എവിടാണെന്ന് അറിയില്ല എന്നാണല്ലോ ഹാക്കുരി ഇവരോട് പറഞ്ഞിരുന്നത്. ഇത് ഈ ക്യോരയുടെ മന്ത്രവാദം കൊണ്ടുണ്ടാക്കുന്ന ഒരു സബ്സ്പേസ് ആണെന്നുള്ള സീക്രട്ട് ഒക്കെ ഇപ്പോഴാണല്ലോ റിവീൽ ആയത്. അപ്പോ സസനാമി ഫാമിലിക്ക് പോലും പിടിയില്ലാത്ത ഇത്രയും വലിയ സീക്രട്ട് ഒക്കെ നമ്മുടെ മുന്നിൽ കാഷ്വൽ ആയിട്ട് ഇയാൾ എന്തിനായിരിക്കും റിവീൽ ചെയ്തതെന്ന് ഷിബ ചിന്തിക്കുന്നു. അപ്പോഴാണ് ക്യോര വേറൊരു സത്യം വെളിപ്പെടുത്തുന്നത്. അതായത് പുറത്തുനിന്ന് ആർക്കും നുഴഞ്ഞു കയറാൻ പറ്റാത്ത ക്യോരയുടെ ഒരു വേൾഡ് ആണല്ലോ ഈ സ്റ്റോർ ഹൗസ്. സോ ചിഹിരോ ഇപ്പൊ അയാളെ കൊന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോർ ഹൗസും ഇല്ലാതാകും. അപ്പൊ ഇതുകൊണ്ടാണ് ഇവരോട് ഇയാൾ ഫൈറ്റിനില്ലെന്നൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞത്. എൻചാന്റഡ് ബ്ലേഡുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഇയാൾക്ക് ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇയാൾ ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. ഇപ്പൊ ഇയാൾ ചത്തു കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസും അതിലുള്ള ആൾക്കാരും ഷിനുച്ചിയും എല്ലാം നശിക്കും എന്നുള്ളത് കൊണ്ട് ചിഹിരോ ഇയാളെ ഒന്നും ചെയ്യില്ല. കൊല്ലുന്നതിനല്ലേ പ്രശ്നമുള്ളൂ, ഷിനുച്ചി ഞങ്ങൾക്ക് കൈമാറുന്നത് വരെ നിന്റെ ഓരോ നഖവും ഞങ്ങൾ പിഴുതെടുത്ത് നിന്നെ ടോർച്ചർ ചെയ്താലോ എന്ന് ഇപ്പൊ ഷിബ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ക്യോര ആരാ മോൻ, പുള്ളിക്കാരൻ്റെ അതിനും ഒരു പോംവഴിയുണ്ട്. അതായത് സ്റ്റോർ ഹൗസ് ഇയാളുടെ കൺട്രോളിലായതുകൊണ്ട് തന്നെ ഇവന്മാര് പറിക്കുന്ന ഓരോ നഖത്തിനും പകരമായിട്ട് സ്റ്റോർ ഹൗസിലുള്ള ഓരോ ആൾക്കാരെ വെച്ച് ഇയാൾ കൊല്ലും. സ്റ്റോർ ഹൗസിലെ ഏറ്റവും വാല്യൂ ഉള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷിനുച്ചിയാണ്. അതിലെ മനുഷ്യരുടെ ജീവനൊന്നും ഇയാൾ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അവരെ സിമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യാമെന്ന് ഈ തെണ്ടി കൂളായിട്ട് പറയുന്നുണ്ട്. ഷിബ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇയാൾ പറഞ്ഞത് മൊത്തം തള്ളായിരിക്കും. സ്റ്റോർ ഹൗസിലുള്ള കുറച്ച് സാധനങ്ങളുടെ പ്രൊജക്ഷൻ മാത്രമല്ലേ നമ്മളെ കാണിച്ചിട്ടുള്ളൂ. ഇത് സത്യമാണെന്നുള്ളത് ഇനി യാതൊരു തെളിവില്ലല്ലോ. പക്ഷേ ഇനി അഥവാ സത്യമാണെങ്കിലോ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടും? മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ. ചിഹിരോ ഇപ്പൊ വാള് താഴ്ത്തുന്നുണ്ട്. ഹോ, നിങ്ങൾ ഒരു നന്മ മരങ്ങൾ തന്നെ എന്നിപ്പോ ക്യോര പറയുന്നുണ്ട്. ഷിബയാണെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്,
പുറത്തുനിന്ന് ആർക്കും സ്റ്റോർ ഹൗസിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റില്ല എന്നല്ലേ ഇയാൾ പറഞ്ഞത്. സസനാമി ക്ലാനിന്റെ പിൻഗാമികൾക്ക് പറ്റുമല്ലോ. ഇയാളുടെ മോനല്ലേ ഹാക്കുരി. പക്ഷെ അവന് മന്ത്രവാദത്തിൽ യാതൊരു കഴിവുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവനെ ഇവര് തഴഞ്ഞത്. ഇപ്പൊ എങ്കിലും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഷിബ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കിപ്പോ ഇവിടുന്ന് പോവാൻ ചിഹിരോ എന്ന് ഇപ്പൊ ഷിബ പറയുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ക്യോര ടോവിനെ സമ്മൺ ചെയ്യുകയാണ്. ക്ഷണിക്കാതെ വന്ന അതിഥികളല്ലേ നിങ്ങൾ, അപ്പൊ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ട് പോകുന്നു ഇപ്പൊ ക്യോര ഇവരോട് പറയുന്നുണ്ട്. ടോവില് 4 പേരുണ്ടെന്നാണല്ലോ ഹാക്കുരി പറഞ്ഞിരുന്നത്. പക്ഷെ ഇതിപ്പോ 3 പേരെ ഉള്ളല്ലോ. ഇപ്പൊ സോയ എവിടെയെന്ന് ക്യോര ഇവരോട് ചോദിക്കുന്നുണ്ട്. അവൻ ഹാക്കുരിയെ തപ്പിപ്പോയതാണെന്ന് ഇപ്പൊ അതിലൊരാൾ പറയുന്നു. ഓ, ഇവൻ ഇത് എപ്പ ബോധം വെക്കാനാണെന്ന് ക്യോര പറയുന്നു. എന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 3 പേരെ കൊണ്ട് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഫൈറ്റിങ്ങിലൊന്നും വലിയ കഴിവില്ലാത്തത് കൊണ്ട് ഹാക്കുരിയെ ഇവർ ഹിനാവോയുടെ അടുത്ത് നിർത്തിയിട്ടാണല്ലോ വന്നത്. അവിടെ ഇപ്പോൾ ഹിനാവോ പറഞ്ഞ എന്തോ ഒരു ചെറിയ വർക്ക് ചെയ്യാനായിട്ട് ഹാക്കുരി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഒരാൾ വരുന്നു. ഹാക്കുരി, ഞാൻ നിന്നെ തപ്പി നടക്കുകയായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അതാണ് ഹാക്കുരിയെ തപ്പിപ്പോയ ഈ ടോവിലെ 4ാമത്തെ ആള്, സോയ, ഹാക്കുരിയുടെ ചേട്ടൻ. ഈ ടോ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നമ്മുടെ സോജോയുടെ അവിടെ കണ്ട പോലത്തെ ആപ്പയൂപ്പ മന്ത്രവാദികളല്ല എന്ന് ഇവരിപ്പോ ചിന്തിക്കുന്നുണ്ട്. ആദ്യം ഫൈറ്റ് ഒന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം അല്ലേ എന്ന് ശിവ ചോദിക്കുന്നു. നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഈ 7ാമത്തെ എൻചാന്റഡ് ബ്ലേഡ് സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ എന്ത് റിസ്ക് എടുക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് ക്യോര പറയുന്നു. ഷിനുച്ചി ഇവിടുന്ന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല. ഇതിപ്പോ ഞങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി. ഇനി അങ്ങോട്ട് നിങ്ങളെ വേട്ടയാടാൻ പോകുന്നത് ഞങ്ങളാണെന്ന് ഇപ്പൊ ക്യോര പറയുന്നു. ഇവരുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു പോയിന്റും ഇല്ല, നമുക്ക് തിരിച്ചു പോകാമെന്നും പറഞ്ഞിട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശിവ നോക്കുന്നുണ്ട്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ഇവർക്ക് നേരെ നിഷിക്ക് പ്രയോഗിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മളെ ഇവര് പ്ലാൻ ഇട്ട സമയത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് റാക്കുസായിച്ചി ലേലത്തിൽ പ്രോപ്പറായിട്ട് പങ്കെടുത്തിട്ട് ഷിനുച്ചി സ്വന്തമാക്കാനാണ് കമുനാബിയുടെ പ്ലാൻ എന്നുള്ളത് അസാമി ഷിബയ്ക്ക് ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രാജ്യത്തിന്റെ തന്നെ സുരക്ഷ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഈ കമുനാബി. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് പണമുണ്ട്. സോ ഷിനുച്ചി അവർ ഉറപ്പായിട്ട് സ്വന്തമാക്കും. അതേപോലെ ഷിനുച്ചിയുടെ യൂസർ കമുനാബിയുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പൊ അവർക്ക് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ അത് യൂസ് ചെയ്യാനും പറ്റുമെന്ന് ഷിബ ചിഹിരോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഷിനുച്ചി വെച്ചിരിക്കുന്ന ബോക്സ് മറ്റ് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ ബോക്സ് പോലെ അല്ലല്ലോ, ഒരു പ്രത്യേകം കെട്ടൊക്കെ ഇല്ലേ. അപ്പൊ അതിന് കാരണം ഇത് പവർഫുൾ ആയതുകൊണ്ടാണോ എന്ന് ചിഹിരോ പണ്ടവന്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോക്കുഹിരോ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പവർഫുൾ എന്ന് മാത്രമല്ല മറ്റുള്ള എൻചാന്റഡ് ബ്ലേഡ്സിൽ നിന്ന് ഷിനുച്ചി കുറച്ച് ഡിഫറന്റ് ആണ്. അതുകൊണ്ട് അതിന് നല്ല സെക്യൂരിറ്റി ആവശ്യമാണ്. കമുനാബിയുടെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കില്ല എന്ന് ചിഹിരോ ചോദിക്കുന്നുണ്ട്. റോക്കുഹിരോ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല, കമുനാബിയുടെ കയ്യിലും ഇത് സുരക്ഷിതമല്ല. അതുകൊണ്ടാണ് ഈ വാളുകളെല്ലാം കമുനാബിക്ക് കൈമാറാതെ ഈ ബേസ്മെന്റിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ പിന്നിലെ കാരണം ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. ഒന്ന് മാത്രം ഓർക്കുക, ഷിനുച്ചി ഇനി ആരും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സോഡാണ്. അതുകൊണ്ടാണ് ചിഹിരോ ഇപ്പൊ ഇവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. കമുനാബിയുടെ കയ്യിൽ പോലും ഈ വാള് കിട്ടാൻ പാടില്ല. സോ ഓടി മാറിയിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യണം മിസ്റ്റർ ഷിബ. ഈ സമയത്ത് തന്നെ ഷിബയ്ക്ക് ഒരു കോൾ വരുന്നു. അതെന്താണെന്ന് അറിയാൻ നമുക്ക് കുറച്ച് മിനിറ്റുകൾ ബാക്കിലേക്ക് പോവാം. അതായത് ഹാക്കുരിയെ അവന്റെ ചേട്ട സോയ കണ്ടുപിടിച്ചല്ലോ. പുള്ളി പറയുന്നുണ്ട്, എടാ ഹാക്കുരി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. ഹാക്കുരി ആണെങ്കിൽ ഇപ്പോ പണ്ട് സോയ ഇവന്റെ കൂമ്പിടിച്ചു വാട്ടിയ ഒരു കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഈ കാലമാടന്റെ കൈ പെടുന്നതിലും ഭേദം ചാവുന്നതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഹാക്കുരി ഇപ്പൊ ആ ബിൽഡിംഗിൽ നിന്ന് എടുത്ത് ചാടുന്നുണ്ട്. സോയയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അവന്റെ കോളറിന് കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നീ ഭയങ്കര വീക്കാണ്, ഇതിന്റെ മണ്ടയ്ക്കൊന്ന് വീണാ നീ ചത്തുപോകും. എന്നെ വിട്, ഞാൻ ഇവിടുന്ന് വീണ് ചത്തോളാം. അല്ലെങ്കിൽ തന്നെ ലേലത്തിന് വെച്ചിരുന്ന പ്രോഡക്റ്റ് നശിപ്പിച്ചു എന്നുള്ള കാരണം പറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഹാക്കുരി ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താടാ ഈ പറയുന്നത്, നമ്മളെ സഹോദരങ്ങളല്ലേ, നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് ഇപ്പൊ ഇയാൾ പറയുന്നു. സോയ സസനാമി, ഇയാള് ഹാക്കുരിയെക്കാളിലും 5 വയസ്സ് മൂത്തതാണ്. ഹാക്കുരിയെ പുള്ളിക്ക് ഭയങ്കര കാര്യമാണ്. ഹാക്കുരിയോട് പുള്ളി സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെ ഇടിച്ചും തൊഴിച്ചും ഒക്കെയാണ്. നീ തിരിച്ചു വീട്ടിലേക്ക് വാ, അച്ഛനോട് ഞാൻ സംസാരിക്കാം. നീ നമ്മുടെ സസനാമി ഫാമിലിയെ എതിർത്തത് തന്നെ നമ്മുടെ ലേലത്തിലെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിന് വേണ്ടിയല്ലേ. അവള് നിന്നെ കണ്ണും കൈയും ഒക്കെ കാണിച്ച് മയക്കി എടുത്തുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ അവള് മരിച്ചല്ലോ, ആ പ്രശ്നം കഴിഞ്ഞില്ലേ, ഇനി നീ തിരിച്ചു വാ, ഇയാൾ ഹാക്കുരിയോട് പറയുന്നു. ഇപ്പൊ ഒരു പെണ്ണിന്റെ ഇമേജ് നമ്മളെ കാണിക്കുന്നുണ്ട്. അവളുടെ മുഖം കാണിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടാണ് ഹാക്കുരി അവിടുന്ന് പുറത്തായത്. അവനിപ്പോ പറയുന്നുണ്ട്, ഞാനൊരിക്കലും തിരിച്ചു വരില്ല, ഞാൻ സസനാമി കുടുംബത്തിന്റെ ഭാഗമല്ല എന്ന്. എന്താടാ മോനെ നിനക്ക് പറ്റിയേ, ചേട്ടനോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന ആളൊന്നും അല്ലായിരുന്നല്ലോ നീ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇപ്പോ മഴ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് ഹാക്കുരിക്ക് കൊടുക്കാൻ ഒരു കൊടയുമായിട്ട് ഹിനാവോ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ഹിനാവോയെ കണ്ടതും സോയ പറയുന്നുണ്ട്, ഓ എനിക്കിപ്പോ എല്ലാം മനസ്സിലായി, നിന്നെ ഇപ്പൊ ഈ വൃത്തികെട്ട പെണ്ണ് വശീകരിച്ചു വെച്ചിരിക്കുകയാണല്ലേ. സാരമില്ല, ഇവളെ ഞാൻ ഇപ്പൊ തന്നെ കൊന്നേക്കാം, എന്നാലെങ്കിലും നീ തിരിച്ചു വരുമല്ലോ. ഇപ്പൊ സോയയെ പിടിച്ചു വെച്ചിട്ട് ഹാക്കുരി ഹിനാവോയോട് ഓടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഈ വട്ടനാണെങ്കിൽ ഇപ്പൊ ഹാക്കുരിയുടെ മോന്ത ഇടിച്ചു വരുത്തിയിട്ട് എന്റെ അനിയനെ എനിക്ക് തിരിച്ചു താടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഹിനാവോയുടെ അടുത്തേക്ക് പോകുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇവന്റെ പുറകെ നമ്മുടെ ശിവ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവനാണോ ഹിനാവോ നീ പറഞ്ഞ ആള് എന്ന് ചോദിക്കുന്നുണ്ട്. ഹിനാവോ അതേന്നും പറയുന്നുണ്ട്. ശിവയാണെങ്കിൽ ഇപ്പൊ സോയയുടെ മോന്ത ഇടിച്ചു വരുത്തിയിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഉള്ളവരടുത്ത് പോയി അടി കൂടാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് ഇപ്പൊ ടെലിപ്പോർട്ടായി പോകുന്നുണ്ട്.
എന്റെ അനിയനെ തിരിച്ചു തടാന്ന് പറഞ്ഞുകൊണ്ട് സോയ ഇപ്പൊ കിടന്ന് കാറുന്നുണ്ട്. ഇപ്പോ സ്റ്റോർ ഹൗസിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹാക്കുരി ഇവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ. അതുകൊണ്ട് സോറി മോനെ, അവനെ തൽക്കാലത്തേക്ക് വിട്ടുതരാൻ പറ്റില്ല എന്ന് ഷിബ പറയുന്നുണ്ട്. ഇപ്പോ സസനാമി എസ്റ്റേറ്റിൽ പോയ ഷിബ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള സംശയം ഹാക്കുരി ഹിനാവോയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ആർക്കിലൊക്കെ ആയിട്ട് കുറെ സംഭവങ്ങൾ നടന്നല്ലോ. അതുകൊണ്ട് തന്നെ ഷാറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു പരിപാടിയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഹിനാവോ ജസ്റ്റ് ഷിബയ്ക്ക് ഒരു മിസ് കോൾ കൊടുക്കും. ഉടനെ ഷിബ ടെലിപ്പോർട്ട് ചെയ്ത് അവിടെ എത്തും. അപ്പൊ ആ കോളാണ് ആ ഫൈറ്റിനിടയ്ക്ക് ഷിബയ്ക്ക് വന്നത്. നിങ്ങൾ പൊക്കോന്ന് ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്. നിന്റെ അടുത്ത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ഷിബ ചോദിക്കുന്നു. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ടൗ ആണെങ്കിൽ ഇസോ എന്ന് പറഞ്ഞൊരു സ്പെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ആ യാക്കൂസ മെമ്പേഴ്സിന്റെ അടുത്ത് ഇതേ സ്പെല്ല് തന്നെയാണ് നമ്മുടെ ഹാക്കുരി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. ഇപ്പൊ അവരെല്ലാവരും ആ റൂമൊക്കെ പൊളിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവരിൽ ഒരുത്തന്റെ വാളാണെങ്കിൽ ചിഹിരോ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റൂമിൽ നിന്നുകൊണ്ട് ക്യോര പറയുന്നുണ്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഓർത്ത് ഞാൻ എക്സൈറ്റഡ് ആണെന്ന്. ഇപ്പോ ഹാക്കുരി നീ ഓക്കെ ആണോ, നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഹിനാവോ ചോദിക്കുന്നുണ്ട്. അവനതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇപ്പോ ഈ സസനാമി ക്ലാനിന്റെ ഒരു പ്രധാന മാജിക് ടെക്നിക്കാണ് ഈ ഇസോ. അത് വെച്ച് അവർക്ക് ഷോക്ക് വേവ്സ് ഉണ്ടാക്കാനും അതിനെ കമാൻഡ് ചെയ്യാനും കഴിയും. സോയ ഇപ്പൊ ഷിബയ്ക്ക് നേരെ അത് പ്രയോഗിക്കുന്നുണ്ട്. ഷിബ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ മൂവ്മെന്റ്സ് ആയിരിക്കും, പക്ഷെ റിയാക്ഷൻ നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഷിബ ഇപ്പൊ ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്ക് ആ അറ്റാക്ക് ചെയ്യുന്ന കൊണ്ട ബിൽഡിംഗ് ആണെങ്കിൽ ചിന്നി ചിതറി പോകുന്നുണ്ട്. ടോയിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരുത്തൻ ഇവനാണെന്ന് തോന്നുന്നു ഷിബ ചിന്തിക്കുന്നുണ്ട്. സോ അപ്പൊ ഇവന്റെ സ്ട്രെങ്തിന്റെ അത്രയും തന്നെ അടുത്തുള്ള 3 പേരും പിന്നെ ഇവരുടെ അച്ഛനും അവിടെ ഉള്ളപ്പോ ചിഹിരോ അവിടെ സേഫ് അല്ല, എൻചാന്റഡ് ബ്ലേഡ് കയ്യിലുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇവനെയും കൂടെ ഇപ്പൊ ചിഹിരോ ഉള്ളിടത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തിട്ട് ചിഹിരോയും ഷിബയും കൂടെ ചേർന്ന് ഈ സസനാമിയിലെ 5 പേരെ നേരിടുന്നതായിരിക്കും പെർഫെക്റ്റ് സ്ട്രാറ്റജി എന്ന് ഷിബ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് അവിടെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഒരുത്തന്റെ ബ്ലേഡ് ആണെങ്കിൽ 2ആയിട്ട് ഒടിഞ്ഞു. അവനുടനെ ഇപ്പൊ ക്യോരെ എടുത്ത് അച്ഛ 2 ബ്ലേഡ് തരാൻ പറയുന്നുണ്ട്. ഇപ്പോ വായുവിൽ നിന്ന് 2 ബ്ലേഡ് അങ്ങ് ക്രിയേറ്റ് ആവുകയാണ്. അവൻ ആ 2 ബ്ലേഡും കയ്യിലെടുക്കുന്നു. ഇത് സ്റ്റോർ ഹൗസിന്റെ പവറാണ്. ക്യോരയ്ക്ക് സ്റ്റോർ ഹൗസിലുള്ള സാധനങ്ങൾ ഏത് നിമിഷവും എവിടെ വേണമെങ്കിലും വരുത്താമല്ലോ. ക്യോരയാണെങ്കിൽ ഇപ്പൊ സൈഡിൽ ഇങ്ങനെ ചില്ലായിട്ടിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് ഷിബ ഇപ്പൊ ടെലിപ്പോർട്ട് ആയി പോയല്ലോ. സോ ഈ സെയിം പവർ ഉപയോഗിച്ചായിരിക്കും ഇവരിങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയതും. ആ പവർ കൊള്ളാമല്ലോ എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നു. എന്നിട്ട് അയാൾ ചിഹിരോയോട് ചോദിക്കുന്നു നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക, നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ ടൗ ആണെങ്കിൽ ആ ഇസോ ടെക്നിക്ക്, അതായത് ഷോക്ക് വേവ്സ് ഉപയോഗിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് വരുന്ന ചിഹിരോയുടെ ആ പേസ് ഇല്ലാതാക്കുകയാണ്. ഒരുത്തനിപ്പോ ഷോക്ക് വേവ് വെച്ച് ചിഹിരോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഷിവ ഇപ്പൊ ടെലിപ്പോർട്ടായി വന്ന് സോയയെ കൊണ്ടുവന്ന് അവന്റെ മുന്നിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ചിഹിരോ എന്റെ ടൈമിങ്? പെർഫെക്റ്റ്. സോയ ഇതിപ്പോ എങ്ങനെ ഇവിടെ വന്നേ? ഇതെന്ത് പണ്ടാരം ഇവിടെ നടക്കുന്നേ? ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഫൈനലി ഞാൻ ഹാക്കുരിയെ കണ്ടുപിടിച്ചതായിരുന്നു. ക്യോര ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ടെലിപ്പോർട്ടായി പോയവൻ സോയയും കൊണ്ട് തിരിച്ചു വന്നു. സോയ പറയുന്നു അവൻ ഹാക്കുരിയെ കണ്ടുപിടിച്ചതായിരുന്നു എന്ന്. അപ്പോ ഹാക്കുരി ഇവരുടെ കൂട്ടാളിയാണ്. അങ്ങനെയാണ് ഇവർ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. കിളവന് കാഞ്ഞ ബുദ്ധി തന്നെ. അപ്പൊ നീയാണ് ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലേന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ക്യോര ഹാക്കുരിയെ ഇങ്ങോട്ടേക്ക് സമ്മൺ ചെയ്യുന്നുണ്ട്. ഹിനാവോയുടെ അടുത്തു നിന്ന് അവൻ മാഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ക്യോര ആ രഹസ്യം പറയുന്നത്. സ്റ്റോർ ഹൗസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പുള്ളിക്ക് സമ്മൺ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഈ സസനാമി ക്ലാനിലെ ഓരോ മെമ്പേഴ്സിനെയും ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇയാൾ ടോവിനെയൊക്കെ കറക്റ്റ് ടൈമിന് സമ്മൺ ചെയ്തത്. ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എമർജൻസി ടൈമിൽ പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്നൊക്കെ ഇയാളുടെ പിള്ളേരെ എളുപ്പത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. മന്ത്രവിദ്യ പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈസി ആയിട്ട് സെൻസ് ചെയ്യാം, അതായത് അവൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഹാക്കുരിക്ക് ആ കഴിവുകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവനത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നത് ഇവനല്ലേ. ഇവനെ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ ആ കയ്യിലിരിക്കുന്ന 7ാമത്തെ എൻചാന്റഡ് ബ്ലേഡ് എനിക്ക് തരണമെന്നൊരു കണ്ടീഷൻ ക്യോര എവിടെ വെക്കുകയാണ്. ഷിബയാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് താൻ തന്റെ മോനെ കൊന്നു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അവനിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴേ കിട്ടി. ഇത് പുള്ളി സീരിയസ് ആയിട്ട് പറയുന്നതല്ല കേട്ടോ. ഹാക്കുരി ഇവർക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല എന്ന് ക്യോരയെ തോന്നിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ബ്ലഫ് ചെയ്യുന്നതാണ്. ഇപ്പോ ക്യോരയുടെ ആ വാളിരിക്കുന്ന കൈ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. ഷിബ ഇപ്പൊ ചോദിക്കുന്നുണ്ട് സ്വന്തം മോനെ കൊല്ലണമെന്ന് ആലോചിക്കുമ്പോ കൈ വിറയ്ക്കുന്നുണ്ടല്ലേ? ക്യോര ഇപ്പൊ പറയുന്നുണ്ട് ഏത് ഈ കൈ വിറയ്ക്കുന്നതോ? ഇത് അതുകൊണ്ടാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ദേഷ്യവും സങ്കടവും കൊണ്ടാണ് എന്റെ കൈ വിറയ്ക്കുന്നത്. ഞങ്ങളുടെ സസനാമി കുടുംബത്തിലേക്ക് പിറന്നു വീണ ഒരു കഴിവും ഇല്ലാത്തൊരു ചെറുക്കനാണിവൻ. ഇവനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, കൊന്നു കളയാൻ പറ്റില്ലല്ലോ, മോനല്ലേ. അതുകൊണ്ട് ഇവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അങ്ങനെ ഒരു ദയവ് ഞാൻ കാണിച്ചിട്ടും പിന്നെ എന്നെ തിരിഞ്ഞു കൊത്താനായി നാറി നോക്കുന്നത്. ഇപ്പൊ ഇവനെ ഒരു ബന്ദിയാക്കി ഉപയോഗിച്ച് നിങ്ങളുടെ ഈ വാള് സ്വന്തമാക്കാമെന്ന് നോക്കുമ്പോ അതിനും പറ്റുന്നില്ല. ഇങ്ങനൊരു വിലയില്ലാത്തവൻ, ഇവനെ കൊന്നേക്കാവെന്നും പറഞ്ഞുകൊണ്ട് ക്യോര അവന് നേരെ വാളോങ്ങുകയാണ്. ഷിബ ഇപ്പൊ ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന സൈൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഹാക്കുരിയെ പോയി രക്ഷിക്കാനായിരിക്കും. ചിഹിരോ ഇപ്പൊ ക്യോരയോട് ഉടനെ നിൽക്ക്, അവനെ ഒന്നും ചെയ്യല്ലെന്ന് പറയുന്നുണ്ട്. ചിഹിരോ ആ വാള് ക്യോരയ്ക്ക് കൈമാറാനായിട്ട് മൈൻഡ് സെറ്റ് ചെയ്യുകയാണ്. അവൻ ഷിബയോടും റോക്ക് ഹിരയോടും ഒക്കെ സോറി പറയുന്നുണ്ട്. ഹാക്കുരി അങ്ങനെ വിലയില്ലാത്തവനൊന്നുമല്ല, അവൻ ഒരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്.
ഇപ്പോൾ എല്ലാവരും ഒരു വിലയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ മൊമെന്റ് നമ്മുടെ ഹാക്കുരി ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട്. ക്യോരയാണെങ്കിൽ ഇപ്പൊ ചിഹിരോ എടുത്ത് അവന് വിലയുണ്ടല്ലേ, എന്നാ നീ അത് തെളിയിക്കേ എന്ന് പറയുന്നുണ്ട്. സോ ഇവരിപ്പോ ആ വാള് കൈമാറിയിട്ട് തിരിച്ച് ഹിനാവോയും ഷാറും ഒക്കെ ഉള്ളിടത്തേക്ക് വരുന്നുണ്ട്. ഹാക്കുരി ആണെങ്കിൽ ഇവരോട് എല്ലാവരോടും ഇരുന്ന് സോറി പറയുന്നുണ്ട്. ഇപ്പോൾ റാക്കുസായിച്ചി ലേലത്തിലേക്ക് ഒരു പുതിയ ഐറ്റം കൂടി ആഡ് ചെയ്യപ്പെട്ടു എന്ന് കമുനാബിയിലേക്ക് മെസ്സേജ് ചെന്നിട്ടുണ്ട്. ക്യോര ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടായി ഹാക്കുരി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഈവന്റിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കുനിഷികെ റോക്കുഹിരയുടെ 7ാമത്തെ എൻചാന്റഡ് ബ്ലേഡ് ആയിട്ടുള്ള എൻഡൻ നമ്മൾ ലേലത്തിൽ വെച്ചിരിക്കുന്നു. ഞാൻ കാരണം ആ സേക്രഡ് ആയിട്ടുള്ള സോഡ് നിനക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഹാക്കുരി ചിഹിരോയുടെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. അതേപോലെ ഷിബയും പറയുന്നുണ്ട്, ഞാൻ മറ്റവനെയും കൊണ്ട് ആ സമയത്ത് അവിടെ വരാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ക്യോര ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഡീകോഡ് ചെയ്ത് കണ്ടുപിടിച്ചത്. ചിഹിരോ ഇപ്പൊ പറയുന്നുണ്ട്, ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട, നടന്നതൊന്നും ആരുടെയും തെറ്റല്ല. സത്യം പറഞ്ഞ ഇതുവരെ എല്ലാം എന്റെ പ്ലാൻ പ്രകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് ഇപ്പൊ ഷിബ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. എന്റെ അവന്മാരെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു നിന്റെ പ്ലാൻ? സോ അതേ ഗൈസ്, ചിഹിരോയുടെ പ്ലാൻ അത് തന്നെയായിരുന്നു, എന്റെ നവന്മാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത്. ഒന്നും തെറ്റായിട്ട് നടന്നിട്ടില്ല എന്ന് ചിഹിരോ പറയുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് നവംബർ 3 സംഭവങ്ങളാണ്. ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ടാഫുക്കും ഹിയുക്കിയും ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഹിയുക്കി ആണെങ്കിൽ ഒരു പ്ലേറ്റ് നിറച്ച് സ്പഗറ്റി കഴിക്കാൻ പോവാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്ക് ചിഹിരോയെ അടിച്ചിടാനുള്ള എനർജി കയറ്റാൻ വേണ്ടിയാണ്. ഇപ്പോ എൻഡൻ റാക്കുസായിച്ചിയിലെ ലേലത്തിന് വെച്ചു എന്നുള്ള വാർത്ത ടാഫുക്കു ഹിയുക്കിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വാർത്ത കണ്ടിട്ട് ഹിയുക്കി ഞെട്ടുന്നുണ്ട്. അവനിത് എന്തിനായിരിക്കും അവർക്ക് കൈമാറിയിട്ടുണ്ടാവുക? പൈസയ്ക്ക് വേണ്ടി ആയിരിക്കുമോ? ആയിരിക്കില്ല. അവൻ ശരിക്കും അവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? നീ എന്താ ഈ ന്യൂസ് എന്നെ കുറച്ച് നേരത്തെ കാണിക്കാഞ്ഞെന്നൊക്കെ അവൾ ടാഫുക്കുവിനോട് ചോദിക്കുന്നു. ഇപ്പോ ചിഹിരോയും ഹാക്കുരിയും ഹിനാവോയും ഷാറും ഷിബയുടെ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോർ ഹൗസിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഹാക്കുരി മൂലം തെളിയാതിരിക്കില്ല എന്നിവർ ചിന്തിക്കുന്നുണ്ട്. കാര്യം അവൻ സസനാമി ബ്ലഡ് ലൈനിൽ പെട്ട ഒരാളാണല്ലോ. അതേപോലെ അവൻ ഒരു ഇൻഷുറൻസും ആണ്. പിന്നെ ക്യോര ഇവരോട് പറഞ്ഞ കാര്യം, അതായത് അങ്ങേര് മരിച്ചു കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ് നശിക്കുമെന്ന്, അതിലെന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. കാര്യം റാക്കുസായിച്ച് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ജീവൻ കൊടുക്കാനും തയ്യാറായിരിക്കുന്നവരല്ലേ സസനാമിയിലുള്ളവര്. അപ്പൊ അവരുടെ ലീഡറുടെ ജീവൻ പോയി കഴിഞ്ഞാൽ സ്റ്റോർ ഹൗസ് നശിക്കും എന്നുണ്ടെങ്കിൽ റാക്കുസായിച്ചി അവിടെ വെച്ച് തീരുമല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാനോ ഇൻഷുറൻസോ കാണും. ഈ സ്റ്റോർ ഹൗസ് ചിലപ്പോൾ ക്യോരയുടെ ഉള്ളിലൊന്നും ആയിരിക്കില്ല, അത് പുറത്തേതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും സമ്മൺ ചെയ്യാമെന്നേ ഉണ്ടാവും. ഇങ്ങനെ കുറെ അധികം പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നാരോ ഡൗൺ ചെയ്യണമെങ്കിൽ സ്റ്റോർ ഹൗസ് നിരീക്ഷിക്കണം. സോ അതാണ് ചിഹിരോയുടെ തന്ത്രം. അതിനുവേണ്ടിയാണ് അവൻ എൻഡൻ അവർക്ക് കൈമാറിയത്. അതിൽ നിന്നൊരു ബ്ലാക്ക് ഗോൾഡ് ഫിഷ് ഇങ്ങനെ പുറത്തേക്ക് വരില്ലേ, അത് ചിഹിരോയുടെ സ്പിരിറ്റ് എനർജിയുടെ തന്നെ ഒരു ഫോമാണ്. അവൻ അത് അവന്റെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാം, നമ്മൾ കൈയും കാലും ഒക്കെ ചലിപ്പിക്കുന്നത് പോലെ. സോ അങ്ങനെ അത് വെച്ച് അവൻ ആ ബ്ലേഡ് ഇരിക്കുന്ന സ്ഥലം നിരീക്ഷിക്കാൻ പറ്റും. ശത്രുക്കളുടെ താവളമൊക്കെ അവൻ അങ്ങനെ ആ ഗോൾഡ് ഫിഷിനെ അയച്ച് ദൂരെ നിന്ന് സെൻസ് ചെയ്യാം. ഹാക്കുരിയെ ആ തല്ലി ബന്ദിയാക്കി വെച്ചിരുന്ന യാക്കൂസ മെമ്പേഴ്സിന്റെ താവളത്തിലേക്ക് അങ്ങനെ ആദ്യം ഒരു ഗോൾഡ് ഫിഷ് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ചിഹിരോ അത് ആ ഏരിയ നിരീക്ഷിക്കുന്നതായിരുന്നു. ഷാർ ഇപ്പോ പറഞ്ഞ കാര്യം എനിക്ക് പിടികിട്ടി എന്ന് പറയുന്നുണ്ട്. ഷിബ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്റെ നിന്റെ കയ്യിലില്ലാതെ ദൂരെ മാറി നിന്നിട്ട് നിനക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ എന്ന്. ഇപ്പൊ ആ കമുനാബിയിലുള്ള ഒരു സോജോയുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ അവരാദ്യം സോജോയുടെ ക്ലൗഡ് ഗൗജർ പിടിച്ചെടുത്തിരുന്നല്ലോ. അപ്പോ ആ വാള് കയ്യിലില്ലാതെ തന്നെ താഴേക്ക് വീണ സോജോ അതിൽ മെയ് ആക്ടിവേറ്റ് ചെയ്തിരുന്നല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് റിപ്പോർട്ടിലൂടെ അറിഞ്ഞപ്പോ തന്നെ ചിഹിരോയും അങ്ങനെ ഒരു സാധ്യത ട്രൈ ചെയ്ത് നോക്കി. സംഭവം വലിയ പാടൊന്നുമില്ല. വാൾ ആർക്കെങ്കിലും കൈമാറുന്നതിന് മുമ്പ് അതിനെ സ്പിരിറ്റ് എനർജി കൊണ്ടൊന്ന് ചാർജ് ചെയ്താൽ മതി. പിന്നെ ആ വാള് കയ്യിലില്ലെങ്കിലും ചിഹിരോയ്ക്ക് അതിലേക്ക് അവൻ കൊടുത്ത ആ സ്പിരിറ്റ് എനർജി വെച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാം. പക്ഷെ സോജോ ഈ പരിപാടി ചെയ്തപ്പോൾ അവനും ആ കമുനാബി ടീമും തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ ഈ സ്റ്റോർ ഹൗസ് എവിടാണെന്ന് നമുക്ക് അറിയത്തുപോലും ഇല്ല. അപ്പൊ അത്രയും വലിയൊരു ഡിസ്റ്റൻസിൽ നിനക്ക് ഈ സർവൈലൻസ് നടത്താൻ പറ്റുമോ എന്ന് ഷിബ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചിഹിരോ പറയുന്നുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിനെപ്പറ്റി 100% ഉറപ്പൊന്നും ഇല്ലാതെയാണ് ചിഹിരോ ആ ആള് വിട്ടുകൊടുത്തത്, ഒരുമാതിരി ഗാംബ്ലിങ് നടത്തുന്നത് പോലെ. ഇവൻ ആള് കുറച്ച് വിഷയമാണല്ലോ എന്ന് ഇപ്പൊ ഷിബ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ചിഹിരോ രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കുരിയുടെ ജീവൻ അവിടെ അപകടത്തിലായിരുന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ ഹാക്കുരി ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. കാര്യം ചിഹിരോയ്ക്ക് 100% ഉറപ്പില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്തു. എന്തിന്? ഹാക്കുരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതേപോലെ നീ ഒരു വിലയില്ലാത്തവനാണെന്ന് അവന്റെ അച്ഛൻ പറഞ്ഞതും ഒക്കെ ഹാക്കുരിയുടെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണെങ്കിൽ ഷിബ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഹാക്കുരി ഒന്ന് ചില്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷിബ ചോദിക്കുന്നുണ്ട്, നമുക്ക് പോയി ഓരോ ഐസ്ക്രീം കഴിച്ചാലോ എന്ന്. ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ നോ താങ്ക്സ് പറയുന്നുണ്ട്. ഷാർ ആണെങ്കിൽ ഐസ്ക്രീം എന്ന് കേട്ടപ്പോഴേ ചാടി വീണിട്ട് എനിക്ക് വേണോ എന്ന് പറയുന്നു. ഹാക്കുരി ആണെങ്കിൽ ഇപ്പൊ ചിഹിരോയോട് വീണ്ടും സോറി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചിഹിരോ
പറയുന്നുണ്ട്, ഏയ് നീ അങ്ങനൊന്നും ചിന്തിക്കണ്ട, ഞാൻ ആ കാര്യത്തിൽ 100% ഷുവർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൂവ് നടത്താൻ എനിക്ക് കോൺഫിഡൻസ് തന്നത് നീയാണ്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ചിഹിരോയ്ക്ക് ആ വാള് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്റെ എവിടെ ഇരുന്നാലും അത് എനിക്ക് അവകാശപ്പെട്ട ബ്ലേഡ് ആണെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കി എന്ന് ചിഹിരോ പറയുന്നുണ്ട്. കൊള്ളാം, നീ അത് ചെയ്തല്ലേ എന്ന് ഷിബയും ചോദിക്കുന്നുണ്ട്. ആ സ്റ്റോർ ഹൗസ് ഇപ്പോൾ ചിഹിരോയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ആ ഗോൾഡ് ഫിഷ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും ഹാക്കുരി ഇവർക്ക് സ്റ്റോർ ഹൗസിനെ പറ്റി ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇനിയും ചിഹിരോയ്ക്ക് അതിനകം ഫുള്ള് സർവൈലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നീ ഇനിയും തരേണ്ടിയിരിക്കുന്നു എന്ന് ഹാക്കുരിയോട് ഇവർ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റവും ഇപ്പൊ ഹാക്കുരിയും പറയുന്നു. ഓ, ചിഹിരോ ആളൊരു മിടുക്കൻ തന്നെയെന്ന് ഷിബ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റോർ ഹൗസിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറണമെന്നുള്ള വഴി കണ്ടുപിടിക്കാൻ പോവാ. ഇപ്പോ സ്റ്റോർ ഹൗസിനുള്ളിൽ നിൽക്കുന്ന ക്യോരയെ ചിഹിരോയ്ക്ക് കാണാം. അങ്ങേരെ ആ ഷിനിച്ചി ബ്ലേഡിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഓ, അപ്പൊ ഇയാൾക്ക് സ്റ്റോർ ഹൗസിന്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്ന് ചിഹിരോ ചിന്തിക്കുന്നുണ്ട്. സോ ഇവരോട് പറഞ്ഞ കുറെ സംഭവങ്ങൾ ക്യോര തള്ളിയതാവാനേ വഴിയുള്ളൂ ഗൈസ്. ഇതേതെങ്കിലും ഫിസിക്കൽ ലൊക്കേഷൻ തന്നെ ആയിരിക്കും. ഇപ്പോ പെട്ടെന്ന് തൊട്ടു പിന്നിൽ എന്തോ പ്രസൻസ് അനുഭവപ്പെട്ടിട്ട് ക്യോര തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ചിഹിരോ അപ്പൊ തന്നെ ആ ഗോൾഡ് ഫിഷിനെ അവിടുന്ന് മൂവ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. ഞാൻ ഇവിടെ എന്തോ കണ്ടല്ലോ എന്ന് ഇപ്പൊ ക്യോര ചിന്തിക്കുന്നുണ്ട്. ഇപ്പോ ക്യോര നല്ല തലമണ്ട ഉള്ളവനാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ചിഹിരോ റോക്കുഹിര അവന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഇല്ലാതെ അവൻ എന്തായാലും എന്റെ ഇവിടെ വിട്ടിട്ട് പോവില്ല. ആ വാൾ എന്നെ ഏൽപ്പിക്കുമ്പോൾ അവന്റെ കണ്ണിൽ ഞാൻ കണ്ടത് പ്രതീക്ഷയില്ലായ്മയോ നിരാശയോ ഒന്നുമല്ല. അവൻ എന്തോ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് ക്യോര ചിന്തിക്കുന്നു. പക്ഷെ ഒരു ബിസിനസ് ഡീൽ എന്ന് പറയുമ്പോൾ അങ്ങനല്ലേ, റിസ്ക് വേണം. നീ എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യുന്നതെന്നറിയാൻ ഞാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ് ചിഹിരോ. ലേലം കഴിയുന്നതുവരെ ആ ബ്ലേഡ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ കളിയിൽ ഞാൻ ജയിച്ചു. അതുകൊണ്ട് നീ നിന്റെ കരുക്കൾ നീക്ക്, നമുക്ക് കളി തുടങ്ങാം. ഇപ്പോൾ 2 മന്ത്രവാദികൾ ഇങ്ങനെ മതിലും ചാരി സംസാരിക്കുന്നത് നമുക്ക് കാണാം. അവന്മാര് പറയുന്നുണ്ട്, എല്ലാ വർഷവും ലേലത്തിന് കുറെ ബഹളവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണല്ലോ, ഇന്ന് പക്ഷെ എന്തോ കാമാണ്. ഇത്തവണ 2 എൻചാന്റഡ് ബ്ലേഡ്സ് ആണ് ലേലത്തിലുള്ളത്. ഇപ്പോൾ ഈ ലേലത്തിന്റെ മെയിൻ അട്രാക്ഷൻ ഈ എൻചാന്റഡ് ബ്ലേഡ്സ് ആണല്ലോ, അതുകൊണ്ട് അത് രാത്രിയിലെ പ്രസന്റ് ചെയ്യൂ എന്നൊരു മന്ത്രവാദി പറയുന്നുണ്ട്. സോ അതുവരെ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒന്നും കാണില്ല എന്ന് അയാൾ പറയുന്നു. എന്തായാലും ഇന്നത്തെ രാത്രി അത്ര ശാന്തമായിരിക്കില്ല എന്ന് മറ്റേ മന്ത്രവാദി ഇപ്പൊ പറയുന്നുണ്ട്. സോ നമ്മളെ കാണിച്ചിരിക്കുന്നത് നവംബർ 8 ആണ്. ഇന്നാണ് 208ാമത് റാക്കുസായിച്ചി ലേലം നടക്കുന്നത്. ഡോറെല്ലാം 11 മണിക്ക് തന്നെ ഓപ്പൺ ആയി, ആൾക്കാർ വരുന്നുണ്ട്. ലേലം കൃത്യം 12 മണിക്ക് ആരംഭിക്കും. സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് റാക്കുസായിച്ചി ലേലം ആയിരിക്കും. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.